ഉസ്താദെ, പറയുന്നൊന്നും വിചാരിക്കരുത്. ഇന്ന് നിങ്ങൾ ചെയ്ത വീഡിയോ അത് ഒരു മുസ്ലിമിന് നിരക്കാത്തതാ. ഒന്നാമത്തെ നിങ്ങൾ മുലിയാരാണ്. മുലിയാരായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരാളെ പേര് എടുത്തുങ്ങാന് അധിക്ഷേപിക്കുന്നത് ഒരിക്കലും ഇസ്ലാമികപരമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കള്ളിപ്പെണ്ണേ ചെല്ലക്കുയിലേ, ക്ഷേത്രത്തിൻ ഭണ്ഡാരം തൂക്കി വിറ്റോളെ, നീ എൻ്റെ മുഹബത്തിൻ സുൽത്താനല്ലേ. അല്ലെങ്കിൽ അത് വേണ്ട, ഇപ്പൊ പാടാൻ പറ്റിയ പാട്ട്. കരയല്ലേ കരയല്ലേ കണ്ണുനീർ പൊഴിച്ചിടല്ലേ, കരളിന്റെ കരളാം പ്രഭാവതി, നിന്റെ കണ്ണീര് കണ്ടിട്ടെന്റെ കൽബാകെ നീറുന്നോളെ, കരളിന്റെ കരളായ തേനേ. എന്തൊക്കെയാരും പറഞ്ഞുകൊണ്ടാണത്? ഇടതുപക്ഷ ജിഹാദികൾ ക്ഷേത്രത്തിന്റെ മുതലെല്ലാം മുക്കൂടും മുടിപ്പിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് പോകുന്നത്. ശശികല ടീച്ചറെ ഇവിടെ വാ, ലക്ഷ്മി കൊണോസ് ഇവിടെ വാ, എല്ലാവരും ഇവിടെ വാ. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വല്ലയിടത്തും വെച്ചു എന്നൊരു ചൊല്ലില്ലേ, ഏകദേശം അതുപോലെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുമെല്ലാം കണ്ട ഈ വാർത്ത, രാവിലത്തെ വാർത്ത, ഇന്ന് പ്രഭാതത്തിലെ പുഞ്ചിരി തൂകുന്ന വാർത്ത ഇതാണ്. നെന്മാറ പാലക്കാട് ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥി പ്രഭാവതി നാടിൻ പ്രജാപതി, പ്രഭാവതിയെ പോലീസ് തൂക്കിയെടുത്തു. അന്ന് ഇപ്പൊ ഉണ്ടല്ലേ ബാഗിനോട് ഇപ്പൊ ഇടുന്ന മ്യൂസിക് ഏതാണെന്നറിയോ? കരളിന്റെ നോവറിഞ്ഞാൽ കളി വീണ പാടുമോ, കരളിന്റെ നൊമ്പരങ്ങൾ നീ എന്തിനൻ സ്വപ്നമായി ദേവി. കണ്ണീര് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇതിപ്പോ ആദ്യ സംഭവമൊന്നുമല്ല. ഇതിന് തൊട്ടു മുമ്പ് ക്ഷേത്ര വിഗ്രഹത്തിലെ മാല മോഷ്ടിച്ച് കോഴിക്കോട് പന്തീരാങ്കും മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തി പിടിയിൽ ഇരിപ്പുണ്ടല്ലേ. എന്താ പുഞ്ചരി. അതിന് തൊട്ടു മുമ്പത്തെ വാർത്ത, കോട്ടയം നിണ്ടൂർ ക്ഷേത്രത്തിൽ നിന്നും ആഭരണം കവർന്ന് BJP നേതാവ് അറസ്റ്റിൽ. സനൽ നമ്പൂതിരിപ്യാട് ആണ് അറസ്റ്റിൽ. ഇതൊക്കെ നിങ്ങൾ തന്നെ കൊണ്ട് വെക്കുന്നു രാമ, നിങ്ങൾ തന്നെ മോട്ടിക്കുന്നു രാമ. എന്നിട്ട് പഴികളെല്ലാം ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ. എന്നിട്ട് ഞങ്ങളോട് പറയുകയാണ് ഞങ്ങൾക്ക് ഫുള്ള് പറ്റത്തില്ല, ഹാഫേ പറ്റത്തുള്ളൂ. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ജനം TVക്ക് ഭീകരാക്രമണ ഭീഷണി.